ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. ഞാൻ സുജ. അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സീറ്ററ്റിന്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 6 തീയതിയാണ് അല്ലെ. അപ്പൊ ഇതിലിപ്പോ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ കുറെ പേര് ഓൾറെഡി പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇവർക്ക് ഓൾറെഡി ഒരു ഇതുണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞ സീറ്ററ്റ് എക്സാം അല്ലെങ്കിൽ മുന്നിലുള്ള സീറ്ററ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടോ, അല്ലെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ട്, അതായത് നമ്മുടെ കേട്ടറ്റ് എക്സാം ഒക്കെ സിമ്പിൾ ആണ്, പക്ഷെ സീറ്ററ്റ് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്നവരുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്നവരൊക്കെ പഠിച്ചു നേടും, നമ്മളിങ്ങനെ കേൾക്കുന്നവരാണ് പഠിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി പഠിക്കാൻ തുടങ്ങിയവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇനി പഠിക്കാം എന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഈ പേടിച്ചിരിക്കുന്നവരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് എങ്ങനെയാണ് ഫോക്കസ് ഏരിയാസ് കണ്ടെത്തുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ എന്താ മിസ്സേ പറയാനുള്ളത്? കഴിഞ്ഞ നമ്മുടെ സീറ്ററ്റ് എക്സാം ഇതുപോലെ പേടിപ്പിക്കുന്ന ഒരു എക്സാം ആയിരുന്നോ? കഴിഞ്ഞ സീറ്ററ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ, അതിന് പുറത്തേക്കൊന്നും ചോദിക്കാറില്ല. NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറ്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ CBSE ടെക്സ്റ്റ് ബുക്ക് മാറി, അപ്പൊ അതിൽ ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്, പക്ഷെ നമ്മളത് വായിച്ചെടുത്ത് മനസ്സിലാക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അതായത് സിലബസ് നോക്കുന്ന സമയത്ത് ഇപ്പൊ സൈക്കോളജിയാണ് ഞാൻ എടുക്കുന്നത്, അപ്പൊ എനിക്ക് സൈക്കോളജിന്റെയാണ് കൂടുതൽ അറിയുന്നത്. അപ്പൊ സൈക്കോളജിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ സീറ്ററ്റ് 2 സൈക്കോളജി ഒക്കെ ആണെങ്കിൽ അതിലിപ്പോ നമുക്ക് കേട്ടറ്റും സീറ്ററ്റിന്റെ സിലബസ് ഏകദേശം ഒക്കെ തന്നെയാണ്. പക്ഷെ കേട്ടറ്റിന് വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് സീറ്ററ്റിന് വരുന്നത്. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും ആ ഒരു സിലബസ് മാത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സീറ്ററ്റിന് കൂടുതലായിട്ട് ചോദിക്കുക. ഇപ്പൊ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആസ് എ ടീച്ചർ നിങ്ങൾ എങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും എന്നുള്ളതാ ചോദിക്കുക. പക്ഷെ കേട്ടറ്റിലാവുമ്പോൾ കുറച്ചും കൂടി ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ അത് ഏകദേശം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ സീറ്ററ്റില് ഉള്ളൊരു ആകെ ഉള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ ആകെ ഉള്ളൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇതിലാണ് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. പക്ഷെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ടോപ്പിക് അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതായത് ഇവർക്ക് ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതാണ് പ്രശ്നം. കാരണം പലരും ചെയ്യുന്ന കാര്യം സിലബസ് ഒക്കെ പഠിക്കും, റിവിഷൻ ഒക്കെ ചെയ്യും, എക്സാം ഒന്നും എഴുതി പ്രാക്ടീസ് ചെയ്യില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എഴുതുന്ന എക്സാം ഈ ഒരു സീറ്ററ്റിന്റെ എക്സാം ആവും. അങ്ങനെ വരുമ്പോ ഇവര് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ ഇവർക്ക് സമയം കിട്ടില്ല. കിട്ടാത്ത ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറെ സമയം അവിടെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മാർക്കിനെ അത് എഫക്ട് ചെയ്യുകയും ചെയ്യും. അതെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ശരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറെ എക്സാംസ് ഒക്കെ എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ. ഇപ്പൊ നമ്മുടെ നെറ്റ് എക്സാം അതുപോലെയാണ്. ശരിക്കും സീറ്ററ്റ് നെറ്റിന്റെ അത്ര ഡിഫിക്കൽട്ട് അല്ല, പക്ഷെ ഈവൻ ഇപ്പൊ നെറ്റിനാണെങ്കിൽ പോലും നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സീറ്ററ്റ് എക്സാം എന്ന് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് നമുക്ക് കുറെ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പേടിപ്പിക്കുന്നവരൊക്കെ ശരിക്കും നേരെ പ്രിപ്പയർ ചെയ്യാത്തതിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് അവര് ഇങ്ങനെ പേടിപ്പിക്കുന്നതാണ്. അതായത് പിന്നെ ചിലർക്കുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE നടത്തുന്ന എക്സാം ആണ്, സെൻട്രൽ ബോർഡിന്റെ എക്സാം ആണ്. അപ്പോ അത് നെറ്റ് പോലെയൊക്കെ ഭയങ്കര ടഫ് ആയിരിക്കും, എന്നെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മെന്റാലിറ്റിയാണ്. പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള സിലബസ് മനസ്സിലാക്കി ആ ഒരു CBSE അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം സീറ്ററ്റ് 1 എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പേപ്പർ 2 വരുമ്പോൾ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്, ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു 9th-ലെയോ 10th-ലെ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല. അപ്പോ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ സിലബസ് മനസ്സിലാക്കണം. CBSE ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ
ഇത് ക്രാക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. പിന്നെ ഇവർക്ക് എക്സാം പാറ്റേണിനെ കുറിച്ചും അതായത് എത്ര മാർക്കിനാണെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് അറിയാത്തവരും ഉണ്ടാവാം. അതായത് ഇനിയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവരും. പക്ഷെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കാരണം സെപ്റ്റംബർ 6 തീയതി എന്ന് വെച്ചാൽ ഇനി 60 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ ഇനിയും പഠിക്കണമെന്ന് ചിന്തിച്ചിരിക്കേണ്ട. പക്ഷെ ഇനി പഠിച്ചാൽ കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. നമുക്ക് മിസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ BEdും TTC ഒക്കെ കഴിഞ്ഞവരാണല്ലോ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ഇതിനെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ട്. നമുക്ക് സബ്ജക്ട് നോളജ് ഉണ്ട്, സൈക്കോളജി നിങ്ങൾക്കറിയാം, ലാംഗ്വേജ് കുറച്ചറിഞ്ഞാൽ മതി, എല്ലാം കുറച്ചറിഞ്ഞാൽ മതി. അപ്പൊ അത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ഗ്യാപ്പ് വന്നവരാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ഓൾറെഡി എപ്പോഴേക്കോ പഠിച്ചതാ. അപ്പൊ അതിനൊന്ന് പൊടി തട്ടി എടുത്ത് കുറച്ചൊന്നിങ്ങനെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു എക്സാം പാറ്റേണിന്റെ കാര്യം അത് ഞാൻ പറയാൻ വന്നേ. പലർക്കും അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പൊ അത് എന്താ മിസ്സേ? CTET 1 ആണെങ്കിൽ നമുക്കറിയാം 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലുള്ള ടീച്ചേഴ്സിനുള്ളത്, അതായത് DLED പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ DLEDന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, BEdകാർക്ക് ആ എക്സാം എഴുതാൻ പറ്റില്ല. എഴുതി കഴിഞ്ഞാലും പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല. അതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സൈക്കോളജി ഉണ്ട്, അത് എലിമെന്ററി സൈക്കോളജി ആണ്. പിന്നെ നമുക്ക് ലാംഗ്വേജ് വരുന്നുണ്ട്. ഈ ലാംഗ്വേജ് സെലക്ഷൻ പലർക്കും കൺഫ്യൂഷൻ ആണ്. രണ്ടും ഒരേ ലാംഗ്വേജ് എടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറെ ഡൗട്ട് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ രണ്ടും ഡിഫറെന്റ് ലാംഗ്വേജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതായത് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 22 റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സബ്ജക്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ പേപ്പർ 1ന് മാത്സും EVSും ആണ് ഉള്ളത്. അതില് തന്നെ 15 മാർക്ക് പെഡഗോഗി, EVSന്റെ 15 മാർക്ക് പെഡഗോഗിയും വരും. 15 മാർക്കാണ് EVS നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ മാത്സിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ 15 പെഡഗോഗി ക്വസ്റ്റ്യൻസും 15 പ്യുവർ മാത്സും. ഇത്രയാണ് നമുക്ക് സിലബസിനകത്ത് വരുന്നുള്ളൂ. 150 മാർക്കിന് തന്നെയാണ് എക്സാം വരുന്നത്. അതായത് 5 സബ്ജക്ട് 30 മാർക്ക് വീതം അല്ലെ? നമ്മുടെ ലാംഗ്വേജ് വരുന്നുണ്ട്, 2 ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മാത്സ് EVS വരുന്നുണ്ട്, സൈക്കോളജിയും വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഭാഗം വരുന്നത്. അപ്പൊ അതുപോലെ മിസ് ഇപ്പൊ CTET 2 ആണെങ്കിൽ അതിലും ഈ 150 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ. 150 മാർക്കിന് തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ മേജർ ആയിട്ട് വരുന്ന ഒരു ഡിഫറൻസ് പറയുന്നത് നമ്മുടെ മാത്സും പിന്നെ സോഷ്യൽ സയൻസും നമുക്ക് സെപ്പറേറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. അതായത് 2 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷനും ഒന്ന് സോഷ്യൽ സയൻസും. ഈ മാത്സ് ആൻഡ് സയൻസ് ഓപ്റ്റ് ചെയ്യേണ്ടത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അതുപോലെ തന്നെ മാത്സ്, അവരാണ് മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ ഓപ്റ്റ് ചെയ്യേണ്ടത്. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻസ് സ്ട്രീം, അതായത് ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അവർക്ക് സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യാം. ഇനി ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അതായത് ആർട്സ് സബ്ജക്റ്റുകാര്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെയുള്ള ആൾക്കാർ, അവർക്ക് 2 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അതായത് ഏതാണ് അവർക്ക് കംഫർട്ടബിൾ എങ്കിൽ ആ കോമ്പിനേഷൻ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവര് ഇപ്പൊ ഈ ആർട്സ് സബ്ജക്ട്സ് എടുത്തവർക്കാണെങ്കിലും അവർക്ക് അപ്പൊ ഈ മാത്സ് പഠിക്കാൻ പറ്റുമോ, EVS പഠിക്കാൻ പറ്റുമോ, സോഷ്യൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെയാ, അതിനെ കുറിച്ച് എന്താ പറയാ? അതായത് ഇപ്പൊ ഓരോരുത്തർക്കും പേഴ്സണലി നന്നായി അറിയുന്ന ഏരിയാസ് ഉണ്ടാവും. ഇപ്പൊ മാത്സ് നന്നായി അറിയുന്ന ആളാണ്, സയൻസ് നന്നായി അറിയുന്ന ആളാണെങ്കിൽ അവർക്ക് മാത്സ് ആൻഡ് സയൻസ് ഓപ്റ്റ് ചെയ്യാം. അല്ല, സോഷ്യൽ സയൻസ് ആണ് പഠിച്ചെടുക്കാൻ സിമ്പിൾ എന്ന് തോന്നുന്നെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മസ്റ്റ് ആയിട്ട് മാത്സ് ആൻഡ് സയൻസ് തന്നെ എടുക്കണം. കാരണം നമ്മളൊരു ജോബിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ സയൻസിലും CTET ക്വാളിഫൈ ചെയ്തുള്ള സോഷ്യൽ സയൻസിലാവുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഇഷ്യൂ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൺസേൺ സബ്ജക്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ CTET 1ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് CTET 2ന് നമുക്ക് സൈക്കോളജി വരുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ചിട്ട് മാത്സ് ആൻഡ് സയൻസ് ആണെങ്കിൽ മാത്സും സയൻസും നേരത്തെ പറഞ്ഞ പോലെ 30 വീതം, അതിൽ 15 പെഡഗോഗി, 15 സബ്ജക്ട്. സോഷ്യൽ സയൻസ് ആണെങ്കിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മാർക്കിനും സോഷ്യൽ സയൻസ് ആണ് പഠിക്കേണ്ടത്. അതെ, കാരണം ഇവിടെ 2 സബ്ജക്റ്റ് ആണ്, മാത്സും EVSും അതുപോലെ തന്നെ പെഡഗോഗി പാർട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ സോഷ്യൽ സയൻസ് 60 മാർക്കിന് സോഷ്യൽ സയൻസ് വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ പെഡഗോഗിയും പ്യുവർ സോഷ്യൽ സയൻസ് പേപ്പറും കൂടെ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ CTET 2 സൈക്കോളജി, ഞാൻ പറഞ്ഞില്ല ഇവിടെ സൈക്കോളജി എടുക്കുന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ സൈക്കോളജി എന്ന് പറയുമ്പോൾ അത്ര ഡിഫിക്കൽട്ട് ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം നമ്മുടെ കേട്ടിട്ട് ചോദിക്കുന്ന രീതിയിലുള്ള സൈക്കോളജി പേപ്പർ ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്, ഓരോ തവണയും മാറി മാറി വരാം.
പക്ഷെ നമ്മൾ ഈ ഒരു നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പക്കയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പൊ നിങ്ങൾ അത്രയും ഇത് ടഫ് അല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഇതുവരെ CTET എക്സാം എഴുതാത്തവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കൂൾ ടീച്ചർ ആവാൻ തന്നെ ഒരുപാട്, ഇപ്പൊ KVS എക്സാം വന്നു, NVS എക്സാം വന്നു, നമ്മുടെ ഏകലവ്യയുടെ എക്സാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ CTET എഴുതാതെ പിന്നീട് ഈ ഒരു എക്സാം വരുന്ന സമയത്ത് അപ്പൊ നമ്മൾ അത് എക്സാം എഴുതുന്ന ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏത് എക്സാം വരുവാണെങ്കിലും നമുക്ക് എഴുതിക്കൂടെ. അപ്പൊ നമ്മുടെ യോഗ അങ്ങനെയാണെങ്കിലോ അല്ലെ, ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾ ടീച്ചർ ആവാനാണ് നമ്മുടെ യോഗമെങ്കിൽ നമ്മൾ ആയിരിക്കും. പക്ഷെ അപ്പൊ നിങ്ങൾ ഈ CTET ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റിവിടേണ്ട ഒരു ആവശ്യം ഇല്ല. അതാണ്. അപ്പൊ ഇനിയും നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കണ്ട. ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് CTETന്റെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ പ്ലാൻഡ് ആയി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ പ്ലാൻഡ് ആയി പഠിക്കുന്നത്? നമുക്ക് അറിയാം ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ ദിവസവും എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. കാരണം ഒരു സബ്ജക്ട് പഠിച്ചു തീർത്ത് അടുത്ത സബ്ജക്ട് പഠിക്കാമെന്ന് പറഞ്ഞാൽ അതിനുള്ള സമയം ഇനി നമ്മുടെ കയ്യിലില്ല. ഒരു 60-62 ദിവസമാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഒപ്പം നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, അതിന്റെ റെക്കോർഡും ലൈവ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവിഷൻ എക്സാമുകൾ നമ്മൾ പറഞ്ഞു പഠിച്ചു തീർത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കണ്ടന്റ് തറവാവും. അങ്ങനെയാണെങ്കിലാണ് ഈ ടൈം മാനേജ്മെന്റ് വരെ നമുക്ക് ക്ലിയർ ആക്കാൻ ഇതിലൂടെ സാധിക്കും. ഒപ്പം നമുക്ക് മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യും വേണം. കാരണം ആദ്യമായിട്ട് നമ്മളൊരു CTETന്റെ എക്സാം ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ തന്നെ 1-2 പേര് എല്ലാം പക്കയായി ചെയ്തു, OMRൽ മിസ്റ്റേക്ക് വരുത്തി. പക്ഷെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മോഡൽ എക്സാമുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി തരുന്നുണ്ട്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ തന്നെ ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. ചിലപ്പോൾ എങ്ങനെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനിയും ഡൗട്ട് അടിച്ചിരിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങുക. ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ നമുക്ക് വേണം അല്ലേ. അപ്പൊ ആ ഒരു ടൈം ടേബിൾ വൈസ് ഒക്കെ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ മിസ് പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, ഇപ്പൊ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു തെളിവാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട്. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ നമ്മുടെ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം അല്ലെ. സോ താങ്ക് യു.